നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ലോകരാജ്യങ്ങളോട് അമേരിക്കയുടെ അഭ്യർത്ഥന. ഇറാന്റെ മുന്നറിയിപ്പും വരുന്നുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ ഗൾഫിലേക്ക് കപ്പലുകൾ അയക്കൂ എന്നാണ് ഇപ്പോൾ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടലിടുക്കുകളിലൊന്നായിട്ടുള്ള ഹൊർമൂസ് കടലിടുക്ക് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറയുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ കടലിടുക്കിലൂടെ ഹൊർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണം അത് അമേരിക്കയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളോട് ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. അതായത് ഹൊർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കുന്നതിന് സഹായിക്കണമെന്നാണ് ട്രംപ് ഇവിടെ പറയുന്നത്. എന്നാൽ ട്രംപിൻ്റെ ഇത്തരമൊരു പ്രസ്താവനയോട് ലോകരാജ്യങ്ങൾ ഏത് രീതിയിലാണ് പ്രതികരിച്ചത് എന്ന് നമുക്ക് നോക്കാം. റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക 7 രാജ്യങ്ങളുമായിട്ടാണ് ഇത് സംബന്ധിച്ച് സംസാരിച്ചിട്ടുള്ളത്. ചൈന, ഫ്രാൻസ്, ജപ്പാൻ, സൗത്ത് കൊറിയ, UK തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടാണ് ഈ അമേരിക്ക ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. ഇതിൽ ഇറാനുമായി ഏറ്റവും അധികം അടുപ്പം സൂക്ഷിക്കുന്ന ചൈന പോലെയുള്ളൊരു രാജ്യവുമായിട്ടും അമേരിക്ക സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം വിചിത്രമായി തന്നെയാണ് തോന്നുന്നത്. എന്നാൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോലും അമേരിക്കയ്ക്ക് വേണ്ട രീതിയിലുള്ള ഒരു പിന്തുണ അത് കിട്ടിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ജപ്പാൻ ഇപ്പോൾ ഹൊർമൂസിലേക്ക് യുദ്ധക്കപ്പൽ അയക്കാനായിട്ടുള്ള ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നാണ്. നിയമപരമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓസ്ട്രേലിയൻ സർക്കാരും ഇവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഹൊർമൂസിലേക്ക് കപ്പൽ അയക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഓസ്ട്രേലിയയും പറയുന്നത്. സൗത്ത് കൊറിയയും ഇവിടെ നിലപാടെടുക്കുന്നുണ്ട്. ആലോചിച്ച് മാത്രമേ ഞങ്ങൾ തീരുമാനമെടുക്കൂ എന്നാണ് അവർ ഇത്തരം ഒരു കാര്യത്തോട് പ്രതികരിച്ചത്. കൊറിയയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കൊറിയയിൽ ഒരു പ്രത്യേക നിയമം നിലവിലുണ്ട്. അതായത് വിദേശത്തേക്ക് സൈന്യത്തെ അയക്കാനായിട്ട് അവിടെ പാർലമെന്റിന്റെ അനുമതി വേണം. എന്നാൽ ബ്രിട്ടനുമായിട്ട്, അതായത് അമേരിക്കയുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ബ്രിട്ടനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും യുദ്ധക്കപ്പൽ അയക്കുന്നത് സംബന്ധിച്ച് യാതൊരു തീരുമാനവും ഇതുവരെ എടുത്തിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ ഇത്തരമൊരു നിലപാടിനോട് അമേരിക്കയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ പോലും അത്ര കണ്ട് അനുകൂലമായൊരു നിലപാടല്ല ഇപ്പോൾ എടുത്തിരിക്കുന്നത്. മറ്റൊരു വാർത്ത, ഇറാൻ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് ശക്തമായ രീതിയിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ IRGCയുടെ വക്താവായിട്ടുള്ള ബ്രിഗേഡിയർ അലി മുഹമ്മദ് നെയ്നി പറയുന്നതനുസരിച്ച് ഹൊർമൂസ് കടലിടുക്ക് ഇപ്പോൾ ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അമേരിക്കയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ ഗൾഫിലേക്ക് കപ്പലുകൾ അയക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറാൻ പറയുന്നതനുസരിച്ച് ഏകദേശം 700ഓളം മിസൈലുകളും ഏകദേശം 3600ഓളം ഡ്രോണുകളുമാണ് ഉപയോഗിച്ചത്. ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഈ ഒരു യുദ്ധം അത് ഉടനെ അവസാനിക്കില്ല എന്നൊരു സൂചനയാണ് അവർ നൽകുന്നത്. അവർ പറയുന്നത് ഇറാന്റെ സൈനിക ശക്തി എത്ര കണ്ടുണ്ട് എന്നുള്ള കാര്യം അത് വിരുദ്ധ രാജ്യങ്ങൾ തിരിച്ചറിയണം. അത് മനസ്സിലായാൽ മാത്രമേ സംഘർഷം അവസാനിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. മറ്റൊരു വാർത്ത, ഇറാനിലെ IRGC അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ ആയിട്ടുള്ള പ്രസ് TV റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് IRGC പുറത്തുവിട്ടിട്ടുള്ള പ്രസ്താവനയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇസ്രയേലും അമേരിക്കയും ചേർന്നുകൊണ്ട് ഇറാന്റെ ഡ്രോൺ ആയിട്ടുള്ള ഷാഹി ഡ്രോണുകളുടെ കോപ്പികൾ നിർമ്മിച്ച് പിന്നീട് ആക്രമണം നടത്തിയതിനു ശേഷം അവ ഇറാൻ നടത്തിയ ആക്രമണമാണ് എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് എന്നാണ് ഇപ്പോൾ IRGC പറയുന്നത്. ഇറാൻ പറയുന്നത് ഇറാൻ ആക്രമണം നടത്തിയാൽ അവർ ഒരിക്കലും ആ കാര്യം ഒളിച്ചു വെക്കാറില്ല. കുവൈറ്റ്, ഇറാഖ് പോലെയുള്ള രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള ചില ഡ്രോൺ ആക്രമണങ്ങൾ അതിന് ഇറാനെയാണ് കുറ്റപ്പെടുത്തുന്നത്. അത് സത്യമല്ല എന്നാണ് ഇറാന്റെ വാദം. എന്നാൽ അമേരിക്കയോ ഇസ്രയേലോ ഇത്തരമൊരു ആരോപണം, അതായത് ഇറാന്റെ ഇത്തരമൊരു ആരോപണത്തോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല.